it's Sinju, welcome back to Road Cinemas. Cut waiting session നമ്മുടെ Mac Studio ഇന്നലെ കിട്ടി. ഒരു project edit ചെയ്തു. So far performance അടിപൊളിയാണ്. So നമുക്ക് first ഇതിന്റെ unboxing video കാണാം. So let's start. March 8 Apple Mac Studio announced ചെയ്തത്. ഈ പുതിയ Apple Mac Studioയുടെ മെഷീൻ രണ്ട് ടൈപ്പ് ചിപ്പാണുള്ളത്. ഒന്ന് M1 Mac, അതായത് MacBook Pro യൂസ് ചെയ്ത അതേ ചിപ്പും, പിന്നെ ഉള്ളത് M1 Ultra എന്ന് പറഞ്ഞ പുതിയ ചിപ്പാണ്. M1 Mac Studioയുടെ വെർഷനിൽ 32 കോർ GPU അപ് ടു 64 യൂണിഫൈഡ് മെമ്മറിയാണ്. M1 Ultraയിൽ അപ് ടു 64 കോർ GPU അപ് ടു 128 GB യൂണിഫൈഡ് മെമ്മറിയാണ്. ഡേ ടു ഡേ ഇന്റർകണക്ഷൻ ടെക്നോളജിയിൽ രണ്ട് M1 Macs കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മൾട്ടി ഡേ ആർക്കിടെക്ചറാണ് M1 Ultraയിലുള്ളത്. ആപ്പിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് Ultra Fusion architecture എന്നാണ്. ഞാൻ വാങ്ങിയ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 10 കോർ CPU, 32 കോർ GPU, 16 കോർ ന്യൂറൽ എഞ്ചിൻ, 32 GB യൂണിഫൈഡ് മെമ്മറി, 1 TB SSD സ്റ്റോറേജ്. അത്യാവശ്യം ഈ മെഷീന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ബേസ് മോഡൽ മാത്രമേ സ്റ്റോർ പിക്കപ്പ് അവൈലബിൾ ഉള്ളൂ. കോൺഫിഗറേഷൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കണമെങ്കിൽ ജൂലൈ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് എസ്റ്റിമേറ്റഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ മെയ് 12 ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഏപ്രിൽ 3rd വീക്കിൽ തന്നെ നമുക്ക് സാധനം കിട്ടി. നിങ്ങൾ ഈ Mac Studio വാങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസർച്ച് ചെയ്യണം. കാരണം വൺസ് നമ്മളിത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കോൺഫിഗർ ചെയ്യാനോ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനോ ഉള്ള ഒരു ഓപ്ഷൻസും ഇല്ല. ആപ്പിൾ ഇതിൽ empty സ്ലോട്ട്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ പല യൂട്യൂബേഴ്സ് ഇത് ടിയർ ഡൗൺ ചെയ്ത് ആപ്പിളിൻ്റെ ജെനുവിൻ പ്രോഡക്റ്റ് വെച്ച് തന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആപ്പിൾ ഈ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു സ്ലോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത്. സോ നമുക്കിത് വാങ്ങിക്കഴിഞ്ഞിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾ എന്ത് തരത്തിലുള്ള വർക്കാണ് ചെയ്യുന്നത് അതനുസരിച്ച് വേണം ഇത് കസ്റ്റമൈസ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ ഹെവി ആനിമേഷൻ അല്ലെങ്കിൽ 8K വീഡിയോ റെക്കോർഡിങ്ങും അതുപോലെ തന്നെ 8K വീഡിയോ എഡിറ്റും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ M1 Ultra ഒരു പെർഫെക്റ്റ് മെഷീൻ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ 1080 മാത്രം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ M1 Ultrയും M1 Max ചിപ്പിൻ്റെ ആവശ്യമില്ല. M1 Mac Mini നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നിങ്ങൾ 4K എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ M1 Maxൻ്റെ 32 or 64 GB കോൺഫിഗറേഷൻ പെർഫെക്റ്റ് ആയിരിക്കും. സോ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഓൺലൈൻ റിവ്യൂസ് നോക്കുക, അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കോൺഫിഗറേഷനാണ് ഈ ഒരു മെഷീന് വേണ്ടി വേണ്ടതെന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവൂ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, വൺസ് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കസ്റ്റമൈസേഷൻ ഉള്ള ഓപ്ഷൻ ഇല്ല. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഷാർപ്പ് എഡ്ജാണ്, അറ്റൻഷൻ ഡീറ്റെയിൽ ആണ്, ലൈക്ക് പ്രിസിഷൻ ഡ്രില്ലിംഗ് ഫോർ പ്രിപ്പറേഷൻ. മൊത്തത്തിൽ സംഭവം ഒരു ക്ലാസ് ലുക്കാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 7.7 ഇഞ്ചസ് ആണ്. Mac Mini സെയിം ആസ് Mac Mini. ഹൈറ്റ് എന്ന് പറയുമ്പോൾ 3.7 ഇഞ്ചസ് ആണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ 2.7 kg ആണ്. അൾട്രയുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 3.6 kg ആണ്. കാരണം അതിൻ്റെ ഹീറ്റ് സിങ്ങിന് കോപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ വെയിറ്റ് ഡിഫറൻസിൻ്റെ കാരണം. ഞാൻ ഈ ഒരു മെഷീന് ബ്ലാക്ക് മാജിക്കിൻ്റെ 6K റോ അത് ഫിലിം ലോഗ് ഫുട്ടേജ് എഡിറ്റ് ചെയ്ത് നോക്കി, കളർ ഗ്രേഡ് ചെയ്ത് നോക്കി. ഫാൻ ഓൺ ആകുമെന്നാണ് വിചാരിച്ചത്. ബട്ട് സിസ്റ്റം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു, ഫാൻ ഓൺ ആയില്ല. വലിയ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു SDXC കാർഡ് സോൾട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെയുള്ള USB-C പോർട്ടാണ്. ഇനിയും അൾട്രയിലാണെങ്കിൽ നമുക്ക് തണ്ടർബോൾട്ട് 4 ആണ് ഇവിടുത്തെ 2 പോർട്ട്. ഇനി ബാക്കിലെ പോർട്ട് എന്ന് പറയുമ്പോൾ 4 തണ്ടർബോൾട്ട് 4ൻ്റെ പോർട്ടുണ്ട്. അതുപോലെ തന്നെ 10 GB ഒരു ഇൻ്റർനെറ്റ് പോർട്ടുണ്ട്, 2 USB-C പോർട്ടുണ്ട്, ഒരു HDMI പോർട്ടുണ്ട്, പിന്നെ 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഈ ഒരു മെഷീനിൽ ഞാൻ പെയർ ചെയ്തിരുന്ന ആക്സസറീസ് എന്ന് പറയുമ്പോൾ മാജിക് മൗസ്, കീബോർഡ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 2014 iMacൻ്റെ കൂടെ കിട്ടിയ സെയിം കീബോർഡാണ്. പിന്നെ ഇതിലൂടെ ഞാൻ മോണിറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഡെല്ലിൻ്റെ അൾട്രാ ഷാർപ്പ് U323QE എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് വേൾഡിലെ ഫസ്റ്റ് മോണിറ്ററാണ് IPC ബ്ലാക്ക് ടെക്നോളജിയിൽ. LG ആണ് ഈ ഒരു പാനൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡബിൾ ആണ്. ബ്ലാക്ക് പോയിൻ്റ് ഒക്കെ സൂപ്പറാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ റിവ്യൂ. നമ്മൾ അടുത്ത് തന്നെ ഈ ഒരു മോണിറ്ററിൻ്റെ റിവ്യൂ ആഡ് ചെയ്യുന്നതാണ്. ആപ്പിൾ സ്റ്റുഡിയോ ഡിസ്പ്ലേ കൺസിഡർ ചെയ്തിരുന്നു, പക്ഷേ ഓവർ പ്രൈസ്ഡാണ്, അതുപോലെ തന്നെ ഓവർ എഞ്ചിനീയർഡ് ആണ്. മാത്രമല്ല എൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം മീറ്റ് ചെയ്തൊരു മോഡൽ ഡെല്ലിൻ്റെ ഈ ഒരു 32 ഇഞ്ച് മോണിറ്ററായിരുന്നു. അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്.
മാക് സ്റ്റുഡിയോ കിട്ടിയ അതേ ദിവസം തന്നെയായിരുന്നു DaVinci Resolveന്റെ 18 സോഫ്റ്റ്വെയർ ബേറ്റ വേർഷൻ റിലീസ് ചെയ്തത്. ആപ്പിൾ ഫൈനൽ കട്ട് പ്രോയായി കമ്പയർ ചെയ്യുമ്പോൾ റിസോൾവ് ആണ് M1 മാക് ചിപ്പിൽ നന്നായി ഒപ്റ്റിമൈസ് ചെയ്ത എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. M1 ചിപ്പിൽ ആപ്പിളിൻ്റെ ഫൈനൽ കട്ട് പ്രോയെക്കാട്ടിലും സ്പീഡിൽ നമുക്ക് റിസോൾവ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ M1 വിത്ത് റിസോൾവ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു കിടു കോമ്പിനേഷനാണ്. ഇതെൻ്റെ ഒരു ഡ്രീം മിഷൻ ആയിരുന്നു. ഇതിൻ്റെ പെർഫോമൻസ് സോ ഫാർ അടിപൊളിയാണ്. മാക് മിനിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. പെർഫോമൻസിനെ കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. ഒരു കാര്യം പറയുന്നത് സ്റ്റിൽ നോയ്സ് റിഡക്ഷന് നല്ല സ്ലോ ആണ് മിഷൻ. മാക് സ്റ്റുഡിയോയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മിഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.